കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ശ്രീവിദ്യക്കെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് പൈസ തരാതെ പറ്റിച്ചെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഈ കോടതി വിധി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 1,00,000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ള രീതിയിൽ. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും 6-7 മാസമായിട്ടും ഉണ്ടെങ്കിൽ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ശ്രീവിദ്യയുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ന്യൂസും വിവരങ്ങളും വെളിയിൽ വന്നതിന് ശേഷം ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. സോ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, ഇത് സത്യമാണോ, ഇങ്ങനത്തുള്ള കേസുണ്ടോ, ഇങ്ങനത്തുള്ള അറസ്റ്റ് വാറൻ്റൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിച്ച് മെസ്സേജൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തുള്ള ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ഇവരുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശത്ത് ടൂറിന് പോയിരുന്നുള്ളൊരു കാര്യം മാത്രമാണ് വെളിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് എവിടെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, ഇനി അറസ്റ്റിൻ്റെ കാര്യം എന്തുവാന്നുള്ള രീതിയിലൊന്നും അറിയത്തില്ല. ഇനി പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, ഇതുവരെ കൊടുക്കാൻ തീരുമാനിച്ചില്ല. സോ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അത് കോടതിയിൽ നിന്ന് വന്ന വിധി പോലും ഉണ്ടെങ്കിൽ മാനിക്കാതാണ് ഇത് കണക്ക് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇതുവരെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ശ്രീവിദ്യയുടെ അടുത്തുനിന്ന്.